ആൻഡ് ഫൈനലി നമ്മൾ വാങ്ങിയിരിക്കുകയാണ് ഒരു iPhone 15+. ഐഫോൺ മേടിക്കാൻ പോയിട്ട് ഇത്രയും ഗതികെട്ടവും വേറെ ഉണ്ടാവില്ല. ഞാൻ ജീവിതത്തിൽ ഇന്നേ വരെ ഒരു പ്രൊഡക്റ്റ് മേടിക്കാൻ വേണ്ടി ഇത്ര മണിക്കൂറോളം ഒരു കടയിൽ വെയിറ്റ് ചെയ്തിട്ടില്ല. ഏകദേശം 4 മണിക്കാണ് ഞാൻ കടയിൽ എത്തിയത്. ആൻഡ് കടയിൽ നിന്നും ഇറങ്ങിയപ്പോൾ 7 മണിയായി. സോ എന്താണ് അത്രത്തോളം ലേറ്റ് ആയത്, പ്ലസ് എന്തുകൊണ്ടാണ് ഞാൻ iPhone 15+ മേടിച്ചത്, ആൻഡ് iPhone 15+ൽ ഞാൻ കണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്താണ് എന്നുള്ളത് ഞാൻ ഷെയർ ചെയ്യാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ iPhone 15 സീരീസിലെ ലൈനപ്പിൽ തന്നെ എനിക്ക് അത്യാവശ്യം എൻ്റെ മെയിൻ യൂസ് എന്ന് പറയുന്നത് ബാറ്ററി ലൈഫ് നല്ലപോലെ വേണം. ഇപ്പം ഞാൻ നേരത്തെ യൂസ് ചെയ്യുന്ന iPhone 12 എനിക്ക് ഉണ്ടായ ഏറ്റവും വലിയ ഇഷ്യൂ ആയിരുന്നു, വേറെ എന്ത് ഫീച്ചറും നല്ലതായിക്കോട്ടെ ബാറ്ററി ലൈഫ് മോശമാണെങ്കിൽ പോയി. സോ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ മിസ്റ്റർ ഹുസ്തബോസ് ബാറ്ററി ടെസ്റ്റ് ഇട്ടിരുന്നില്ലേ, അപ്പോൾ അത് കണ്ടായിരുന്നു. അപ്പോൾ അതിൽ iPhone 15 പ്രോക്കൊക്കെ ഭയങ്കര ദുരന്തമാണ് ബാറ്ററി. iPhone 15 Pro Max പിന്നെയും കുഴപ്പമില്ല. ആൻഡ് അതിൽ ഏറ്റവും നല്ല ബാറ്ററി ബാക്കപ്പ് കിട്ടിയിരുന്ന ഫോണാണ് iPhone 15+. ഈവൻ ദോ 15 Pro Maxിലും കുറവ് ബാറ്ററി കപ്പാസിറ്റിയാണ് ഇതിൻ്റെ ഉള്ളതെങ്കിലും ബാറ്ററി ബാക്കപ്പ് വൈസ് ഇത് കുറച്ചുകൂടി കൂടുതലായിട്ട് കാണിക്കുന്നുണ്ടായി. ആൻഡ് ഒട്ടുമിക്ക മലയാളത്തിലുള്ള എല്ലാ യൂട്യൂബർമാരും ഇട്ടേക്കുന്ന റിവ്യൂ iPhone 15 Pro Max അല്ലെങ്കിൽ iPhone 15 Proയുടെയാണ്. 15+ന്റെ റിവ്യൂ ഒന്നും ആരും ഇട്ടിട്ടില്ല. സോ ജനറലി എനിക്ക് തോന്നുന്നത് ആൾക്കാർ ഏറ്റവും കൂടുതൽ മേടിക്കാൻ പോകുന്ന ഒരു ഫോണായിരിക്കും iPhone 15 അല്ലെങ്കിൽ 15+. സോ എൻ്റെ ഒരു സിറ്റുവേഷൻ നോക്കുവാണെങ്കിൽ ഞാൻ പ്രോയും Pro Max അന്വേഷിച്ചു, പക്ഷേ പ്രോയും Pro Max കിട്ടാനായിട്ട് മിക്കവാറും നവംബർ ആവുന്നുണ്ട്. ഇവർ ആപ്പിളിൻ്റെ സൈറ്റിൽ പോലും നവംബറൊക്കെയാണ് കാണിക്കുന്നത്. സാധനം എങ്ങും കിട്ടാൻ സ്റ്റോക്ക് ഇല്ല. സോ ഞാൻ 15ഉം 15+ഉം അന്വേഷിച്ചപ്പോൾ 15 ഒട്ടുമിക്ക അടുത്ത സ്റ്റോക്ക് ഉണ്ട്, പക്ഷേ 15+ സ്റ്റോക്ക് ഇല്ല. സോ ഞാനിങ്ങനെ ഓരോരോ കടകൾ വിളിച്ചു ചോദിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ദസറഹള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് റിലയൻസ് ഡിജിറ്റൽ ഉണ്ടായി. അപ്പോൾ ആ റിലയൻസ് ഡിജിറ്റലിൽ ഐഫോണിൻ്റെ ഈ ഒരു 15+ൻ്റെ 256 GB വേരിയൻറ്റ് ബ്ലാക്ക് കളർ, എനിക്ക് ബ്ലാക്ക് കളർ വേണമെന്നുണ്ടായി. അത് ഒരു പീസ് സ്റ്റോക്ക് ഉണ്ട് എന്ന് പറഞ്ഞു. വൈകിട്ട് 4 മണിക്ക് വരുവാണെങ്കിൽ ആ ഒരു പീസ് സ്റ്റോക്ക് ഉണ്ട്, അത് നിങ്ങൾക്ക് മേടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. ഉടനെ ഞാൻ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. സോ 4 മണിക്ക് ഒരു ഫോൺ മേടിക്കാനായിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 3 മണിക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്തു. കാരണം 1 മണിക്കൂർ വേണം അവിടെ വരെ എത്താനായിട്ട്. അങ്ങനെ 3 മണിക്കൂർ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും 15+ ഉണ്ടോ, ആ 15+ ഉണ്ട്, അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു, എത്ര രൂപയാവും, കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നിട്ട് എങ്ങനെയാണ് പേ ചെയ്യാനായിട്ട് പോകുന്നത്, ഈ സകലമായ കാര്യങ്ങൾ ചോദിച്ച് ഏകദേശം എൻ്റെ 1/2 മണിക്കൂർ കളഞ്ഞതിന് ശേഷം ആ റിലയൻസ് ഡീറ്റെയിലിൽ അവർ പറഞ്ഞു, സാറേ ഫോൺ സ്റ്റോക്കില്ല, നിങ്ങളുടെ മുന്നേ വേറെ ഏതോ കസ്റ്റമർ ബുക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു സാധനം നിങ്ങൾക്ക് തരാനായിട്ട് പറ്റില്ല, സോറി, നിങ്ങൾ പോയിട്ട് പിന്നെ വരാം. അതായത് ഞാൻ 2 പ്രാവശ്യം ആ കടയിൽ വിളിച്ചു ചോദിച്ചു. 2 പ്രാവശ്യം വിളിച്ചു ചോദിച്ചപ്പോഴും അവർ പറഞ്ഞു സ്റ്റോക്ക് ഉണ്ട് സാറേ, 4 മണിക്ക് വരികയാണെങ്കിൽ കൃത്യമായിട്ട് വരികയാണെങ്കിൽ ഞാൻ തരാമെന്ന്. 4 മണിക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ ഒരുമാതിരി പറ്റിക്കുന്ന പരിപാടിയായിപ്പോയി. സോ ഞാൻ അവിടെ നിന്ന് പോയില്ല, കാരണം നമ്മളോട് പറഞ്ഞിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. സോ ഞാൻ ഫോൺ കിട്ടാണ്ട് അവിടെ നിന്ന് പോവില്ല എന്നുള്ളൊരു മൈൻഡിൽ അവിടെ ഇരിക്കുകയായിരുന്നു. പ്ലസ് എൻ്റെ iPhone 12 ഉണ്ടായി. അപ്പോൾ iPhone 12 എന്തായാലും ഇപ്പോൾ 3 ഇയേഴ്സ് ആവാറായി. സോ അത് എക്സ്ചേഞ്ച് ചെയ്യാം. ട്രേഡ് ഇൻ ഓഫേഴ്സ് ഉണ്ട്, ഏകദേശം 6,000 7,000ഓളം ട്രേഡ് ഇൻ ഓഫേഴ്സ് കിട്ടുന്നുണ്ട്. സോ നമ്മൾ ട്രേഡ് ഇൻ ചെയ്യാമെന്ന് പറഞ്ഞു. അതിന് ശേഷം അവർ നോർമലി ക്യാഷിഫൈ വഴിയാണ് നമ്മൾ തിരിച്ച് റിട്ടേൺ എടുക്കാറ്. അപ്പോൾ ക്യാഷിഫൈയിലൂടെ അവർ നോക്കി. അതിനുശേഷം അവർക്ക് ലാഭം കിട്ടാനായിട്ട് അവർ തേർഡ് പാർട്ടി എവിടെയെങ്കിലും വേറെ വിൽക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ വേറെ വിൽക്കാനായിട്ട് പോയി. അങ്ങനെ ഇഷ്ടം പോലെ സമയം നമ്മുടെ കളഞ്ഞ് അവസാനം അവർ പറയുന്നു ആപ്പിൾ കെയർ പ്ലസ് നിങ്ങൾ എടുക്കുക. വേറൊരു കസ്റ്റമർ ബുക്ക് ചെയ്തിട്ടുണ്ട്, അവർ ആപ്പിൾ കെയർ പ്ലസോട് കൂടിയാണ് ബുക്ക് ചെയ്തേക്കുന്നത്. ആപ്പിൾ കെയർ പ്ലസും കൂടെ എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഫോൺ തരാം, അല്ല എന്തെങ്കിലും തരാൻ പറ്റില്ല എന്ന്. അവസാനം നമ്മളെ കൊണ്ട് ആപ്പിൾ കെയർ പ്ലസ് എടുപ്പിച്ചു. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾക്ക് ശേഷം ഏകദേശം ഒരു 6 മണിയായപ്പോഴാണ് നമ്മൾ കാർഡൊക്കെ സ്വൈപ്പ് ചെയ്ത് ഏകദേശം 1.2 lakhs ആയിട്ടോ ഈ ഒരൊറ്റ ഫോണിന് 256 GB വേരിയൻറ്റ്. 6 മണി സമയം ഏകദേശം ആയപ്പോഴാണ് നമ്മൾ പർച്ചേസൊക്കെ കംപ്ലീറ്റ് ചെയ്ത്. അതിനുശേഷം അവിടെ വെച്ച് തന്നെ അൺബോക്സ് ചെയ്തു. അപ്പോൾ അവിടെ വെച്ച് തന്നെ അൺബോക്സ് ചെയ്തു. ബോക്സിനകത്ത് ഫോണുണ്ട്, പിന്നെ നമ്മുടെ പുതിയ ബ്രേഡഡ് കേബിൾ ഉണ്ട്, പിന്നെ ആ ഒരു ലേബിൾസ് എന്താണ് ആ ഒരു സ്റ്റിക്കേഴ്സും സിം ടൂളൊക്കെ ഉള്ള ആ ഒരു പേപ്പർ ഉണ്ട്. ഇത്രയും മാത്രമേ ഉള്ളൂ. പിന്നെ പഴയ ഫോൺ നമ്മൾ ട്രേഡിനാണ് ചെയ്തത് എന്നുള്ളതുകൊണ്ട് പഴയ ഫോണിലെ ഡേറ്റ പുതിയ ഫോണിലേക്ക് കോപ്പി ചെയ്യണമല്ലോ. സോ ഐഫോൺസിലൊരു ഗുണമുണ്ട്, പഴയ ഐഫോൺ നമ്മൾ പുതിയ ഐഫോണിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുവാണെങ്കിൽ സെറ്റപ്പ് ദ ന്യൂ ഐഫോൺ എന്ന സാധനം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റപ്പ് ആവും. അങ്ങനെ ആ ഒരു സാധനം സെറ്റപ്പ് കംപ്ലീറ്റ് ആവാനായിട്ട് ഏകദേശം 1 മണിക്കൂറായി. അങ്ങനെ 7 മണി ആയപ്പോഴാണ് നമ്മുടെ ഐഫോണിൻ്റെ സെറ്റപ്പൊക്കെ കംപ്ലീറ്റ് ആയി ആ ഒരു കടയിൽ നിന്നും ഞാൻ ഇറങ്ങിയത്. സോ അത്രത്തോളം ബോറടിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഐഫോൺ പർച്ചേസ് ചെയ്യാൻ പോയത്. ഓക്കെ, അതൊക്കെ വിട്. സോ നമ്മുടെ ഐഫോൺ എങ്ങനെയുണ്ട്? ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇൻഹാൻഡ് ഫീൽ ഒരു രക്ഷയില്ല. അതായത് കഴിഞ്ഞ iPhone 13 ആയിക്കോട്ടെ, 14 ആയിക്കോട്ടെ, 12 ആയിക്കോട്ടെ, അതൊക്കെ ബാക്ക് ഗ്ലാസ് ആണെങ്കിലും ഗ്ലോസി ആയിരുന്നു. ഇതിപ്പോൾ കണ്ടില്ലേ, ബാക്ക് മാറ്റ് ഫിനിഷാണ്. നമ്മുടെ പ്രോ വേരിയൻസിലൊക്കെ കിട്ടിയിരുന്ന പോലത്തെ ഒരു മാറ്റ് ഫിനിഷാണ് ഇതിലും കൊടുത്തിരിക്കുന്നത്. അത് ഭയങ്കര എന്താ പറയുക, ഫിംഗർ പ്രിൻ്റ് ഒന്നും ഒട്ടുമൊന്നുമില്ല. ആ ഒരു കാണുമ്പോൾ തന്നെ ഒരു പ്രീമിയം ലുക്ക് വരുന്നുണ്ട്. സൈഡിൽ അലുമിനിയം റെയിൽസ് ഉണ്ട്.
ക്യാമറ അത്യാവശ്യം വലുതാണ്. പ്ലസ് ഞാൻ S23 അൾട്രയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളതുകൊണ്ട് സൈസ് പെട്ടെന്ന് മാറിയപ്പോൾ എനിക്ക് ഭയങ്കര വലിയ ഫോണായിട്ട് തോന്നിയില്ല. ആൻഡ് വെയിറ്റും അത്യാവശ്യം കുഴപ്പമില്ലാത്ത വെയിറ്റ് ഉണ്ട്. ഇതിൽ കണ്ടില്ലേ, ഇതിൽ സൈഡിൽ നമുക്ക് ആക്ഷൻ ബട്ടൺ വരുന്നില്ല. പുതിയ പ്രോ സീരീസിൽ ആക്ഷൻ ബട്ടൺ വരുന്നുണ്ട്. ഇത് ഡസ് നോട്ട് ഹാവ് ആക്ഷൻ ബട്ടൺ. പിന്നെ താഴെയായിട്ട് ഇതേ നമ്മുടെ USB Type-C പോർട്ടാണ് വരുന്നത്. USB 2 ആണ്, 3 അല്ല. സോ ഡാറ്റ ട്രാൻസ്ഫർ സ്പീഡ്സ് അത്ര ഉണ്ടാവില്ല എങ്കിലും നിങ്ങൾക്ക് ഏതൊരു ആൻഡ്രോയിഡിൻ്റെ ഫോണിൻ്റെ ചാർജിങ് കേബിൾ ഉപയോഗിച്ചും കുത്താം. സോ ഇനി തൊട്ട് ആപ്പിളിൻ്റെ ചാർജിങ് കേബിൾ ഉണ്ടോ, ഐഫോണിൻ്റെ ചാർജിങ് കേബിൾ ഉണ്ടോ എന്ന് ചോദിച്ച് നമുക്ക് ആ ഒരു ഷോ ഒന്നും കാണിക്കാൻ പറ്റില്ല. ഏതൊരു ചാർജിങ് കേബിൾ എടുത്ത് കുത്താം. ഷോ കാണിക്കുന്നവർക്ക് വിച്ച് ഈസ് ബാഡ്. പക്ഷേ നമ്മൾ നോക്കുവാണെങ്കിൽ എവിടെ വെച്ചാലും നമുക്ക് ചാർജ് ചെയ്യാമല്ലോ എന്നുള്ളതൊരു ആശ്വാസം. കഴിഞ്ഞ ദിവസം നമ്മുടെ നിതിൻ ബ്രോ മിസ്റ്റർ പെർഫെക്റ്റ് ഒക്കെ പുള്ളിയുടെ പോസ്റ്റ് ഞാൻ കണ്ടായിരുന്നു. TPU കേസ് ഇട്ടിട്ടും ഫോൺ താഴെ വീണിട്ട് ആ ഒരു ടൈറ്റാനിയത്തിൽ സ്ക്രാച്ച് വന്നു എന്ന്. ഇത് ടൈറ്റാനിയം അല്ല, ഇത് അലുമിനിയം ആണ് എന്നുള്ളതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല അത്രത്തോളം ഒരു പ്രശ്നം ഡ്യൂറബിലിറ്റി വരുമെന്ന്. എന്നാലും ഞാൻ ഇതുവരെ കേസ് ഒന്നും ഇട്ടിട്ടില്ല, കേസ് ഇടണം. ഓക്കെ, സോ ഡിസ്പ്ലേയുടെ കാര്യം നോക്കുവാണെങ്കിൽ 6.7 ഇഞ്ചിൻ്റെ വലിയ ഡിസ്പ്ലേ ആണ്. ഇപ്രാവശ്യം ഡൈനാമിക് ഐലൻഡ് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ 1 ലക്ഷം രൂപയുടെ ഫോണിന് നിങ്ങൾക്ക് 60 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. ആരാണ് അവിടെ കൂട്ടുന്നത്? 60 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്, വിച്ച് ഈസ് നോട്ട് അക്സെപ്റ്റബിൾ ഇൻ 2023. എന്തായാലും ബ്രൈറ്റ്നസ് അത്യാവശ്യം കൂട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ iPhone 12 ഞാൻ യൂസ് ചെയ്ത് 12 നിന്ന് 15 അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ മാസീവ് അപ്ഗ്രേഡ് ആണ്. കാരണം അതിൻ്റെ ബ്രൈറ്റ്നസ് ഒക്കെ 800 നിറ്റ്സേ ഉണ്ടായുള്ളൂ. ഇത് 2000 നിറ്റ്സ് ഉണ്ട്. സോ ഔട്ട്ഡോറിലൊക്കെ ബ്രൈറ്റ്നസ് അത്യാവശ്യം നല്ല ബ്രൈറ്റ്നസ്. ഇപ്പോൾ നല്ല വെയിലുണ്ട്, എന്നാലും നിങ്ങൾക്ക് ഈ ഒരു സ്ക്രീൻ കാണാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ കണ്ടില്ലേ, ബെസൽസ് ഉണ്ട് കേട്ടോ. ബെസൽസ് പ്രോയിലും പ്രോ മാക്സിലും ആണ് തിന്നാക്കിയിരിക്കുന്നത്. പക്ഷേ ഇതിൽ അത്യാവശ്യം നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന രീതിക്കുള്ള ബെസൽസ് ചുറ്റുമുണ്ട്. ആൻഡ് ഡൈനാമിക് ഐലൻഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഇത്രയും നേരമായിട്ട് ഫോൺ യൂസ് ചെയ്തിട്ട് എനിക്ക് വലിയൊരു ഗുണമൊന്നും ഡൈനാമിക് ഐലൻഡിൽ തോന്നിയില്ല. ഗുണം തോന്നിയില്ല എന്നല്ല, അത് ആക്റ്റീവ് ആയിട്ടേ ഇല്ല. പൊതുവെ പാട്ട് വെക്കുമ്പോൾ, ടൈമർ വെക്കുമ്പോൾ, നാവിഗേഷൻ ചെയ്യുമ്പോഴൊക്കെയാണ് ആക്റ്റീവ് ആവുന്നത്. ഞാൻ മെയിൻലി ഫോട്ടോസ് എടുക്കാനായിട്ട്, വീഡിയോസ് എടുക്കാനായിട്ട് വാട്സപ്പ് യൂസ് ചെയ്തു, ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്തു, ഫേസ്ബുക്ക് യൂസ്, അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് ഈ ഡൈനാമിക് ഐലൻഡിൽ ഒന്നും തന്നെ കാര്യമായിട്ട് വരില്ല. അതുകൊണ്ട് ഇത്രയും നേരമായിട്ട് എനിക്ക് ഡൈനാമിക് ഐലൻഡ് അമ്പോ എന്ന് പറയിപ്പിക്കാനായിട്ടൊന്നും തോന്നിയില്ല. ഈ ഒരു സ്മാർട്ട് ഫോണിലെ ക്യാമറാസ് ഞാൻ ക്യാമറ റിവ്യൂ ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്നുണ്ട്. എന്നാലും ഇനിഷ്യൽ ഇംപ്രഷൻസ് ക്യാമറാസ് പറയാലോ, അവർ 48 മെഗാ പിക്സൽ ആക്കിയിട്ടുണ്ട്. ഇത് 13 തന്നെയാണ്, അൾട്രാവൈഡ് 13 തന്നെയാണ്. മറ്റേത് 48 മെഗാ പിക്സൽ ആക്കിയിട്ടുണ്ട്. ഡെഫിനറ്റ്ലി ഡേ ആൻഡ് നൈറ്റ് ഡിഫറൻസ് ഉണ്ട്. എസ്പെഷ്യലി ആ ഒരു ഫോട്ടോസ് എടുക്കുമ്പോൾ ആ ഒരു ഫോട്ടോസിൽ വരുന്ന ആ ഒരു ക്ലാരിറ്റി ആയിക്കോട്ടെ, അതേപോലെ തന്നെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഡിറ്റക്ഷൻ ആയിക്കോട്ടെ, ആ ഒരു ഹെയറിൻ്റെയൊക്കെ കാര്യം നോക്കുവാണെങ്കിൽ ഉണ്ടല്ലോ, ഞാൻ ഒരു ഫോട്ടോ കാണിച്ചു തരാം. ഈ ഒരു പോർട്രേറ്റ് ഫോട്ടോ ഉണ്ടോ, ഇതിൽ ആ ഒരു ഹെയർ നമ്മൾ നോക്കുവാണെങ്കിൽ ഈച്ച് ആൻഡ് എവറി സ്ട്രാൻഡ് ഓഫ് ദ ഹെയർ കൃത്യമായിട്ട് ഇപ്രാവശ്യം കട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അല്ലാണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു കട്ടൗട്ട് പോലെ വരുന്നില്ല. അമേസിംഗ് ആയിട്ടുള്ള ക്യാമറാസ്. ആ ഒരു സ്കിൻ ടോൺ കാര്യങ്ങളൊക്കെ ഒറിജിനൽ എന്താണോ അത് അങ്ങനെ തന്നെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഞാൻ ഇതിൽ സെൽഫി എടുത്തപ്പോൾ ഇഷ്ടപ്പെട്ടില്ല ആൾക്കാർ. കാരണം നമ്മൾ മേക്കപ്പ് ഒക്കെ ഇടുവാണെങ്കിൽ ആ ഒരു മേക്കപ്പ് ഒക്കെ കാണുന്നുണ്ട്, അല്ലെങ്കിൽ കുഴി എല്ലാം ഈ ഒരു ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറയിലൊക്കെ ഫോട്ടോ എടുക്കുമ്പോൾ കാണുന്നുണ്ട്. അതുകൊണ്ട് അത് ഇഷ്ടപ്പെട്ടില്ല പല ആൾക്കാർക്കും. പക്ഷെ അങ്ങനത്തെ ഫോട്ടോസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടമാവും. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ ആ ഒരു ആപ്പിൾ ഇവൻറ്റ് നടന്നപ്പോൾ പറഞ്ഞത് ഇത് 48 മെഗാ പിക്സൽ ആണെങ്കിലും 24 മെഗാ പിക്സലാണ് ഫോട്ടോസ് എടുക്കുന്നത്. പ്ലസ് നമ്മൾ 2x ഇടുവാണെങ്കിൽ അത് ക്രോപ്പ് ചെയ്തിട്ട് നമുക്ക് 50mm ആ ഒരു ലെൻസിൻ്റെ ഫീൽ തരുമെന്ന്. ആൻഡ് പല ആൾക്കാരും വിചാരിച്ചു അങ്ങനെ ഫീൽ തരുന്ന സമയത്ത് ക്വാളിറ്റി ഡീഗ്രഡേഷൻ വരുമെന്ന്. ഇല്ല, ഞാൻ ഒട്ടുമിക്ക എല്ലാ ഫോട്ടോസും, ഇപ്പോൾ ഈ ഒരു ഫോട്ടോ കണ്ടില്ലേ, ഇതേപോലത്തെ ഒട്ടുമിക്ക എല്ലാ ഫോട്ടോസും ഞാൻ എടുത്തത് 2x തന്നെയാണ്. ആ ഒരു 2x ഞാൻ ഫോട്ടോസ് എടുത്തപ്പോൾ പോലും ക്യാമറയിൽ ക്വാളിറ്റിയിൽ ഡീഗ്രഡേഷൻ ഇല്ല. പ്ലസ് 2x എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഡിജിറ്റൽ സൂം മാത്രമല്ല, ലെൻസ് ഡിസ്റ്റോർഷനും കാര്യങ്ങളൊക്കെ കൺവെർട്ട് ചെയ്ത് ശരിക്കും ഒരു 50mm ലെൻസിൽ കാണുന്നത് എങ്ങനെയാണോ ആ രീതിയിലേക്ക് റെപ്ലിക്കേറ്റ് ചെയ്യാനായിട്ട് നോക്കിയിട്ടുണ്ട്. ആൻഡ് അമേസിംഗ് ആയിട്ടുള്ള ക്യാമറാസ്, ഒന്നും പറയാനില്ല. വീഡിയോ ഡിപ്പാർട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് സെൻസർ ഷിഫ്റ്റ് കിട്ടുന്നുണ്ട്, സിനിമാറ്റിക് മോഡ് കിട്ടുന്നുണ്ട്, ആക്ഷൻ മോഡ് കിട്ടുന്നുണ്ട്, 4K 60 FPS വീഡിയോ എടുക്കാനായിട്ട് പറ്റും, സിനിമാറ്റിക് മോഡ് 4K 30 FPS എടുക്കാനായിട്ട് പറ്റും. ആൻഡ് HIEF മാക്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. HIF മാക്സിലാണെങ്കിൽ നിങ്ങൾക്ക് 48 മെഗാ പിക്സലിൻ്റെ ഫോട്ടോസ് എടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഈ ഫോണിൽ ഞാൻ ശ്രദ്ധിച്ച ഒരു വലിയ ഇഷ്യൂ എന്ന് പറയുന്നത്, ഫോട്ടോസ് എടുക്കുന്ന സമയത്ത് ഇനിഷ്യലി നിങ്ങളൊരു പോർട്രേറ്റ് ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഉടനെ ക്യാമറ ഗാലറിയിൽ നോക്കുവാണെങ്കിൽ ഉണ്ടല്ലോ, ക്ലാരിറ്റി ഇല്ല, ഫോട്ടോസിൽ ക്ലാരിറ്റിയേ കാണുന്നില്ല. പക്ഷേ ലോഡിങ് ഐക്കണും ഒന്നും തന്നെ കാണുന്നില്ല. എന്നാൽ ഒരു 30 സെക്കൻഡ് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഗാലറി എടുത്തിട്ട് ആ ഒരു ഫോട്ടോ എടുത്ത് പോകുമ്പോൾ പെട്ടെന്ന് ഫോട്ടോ ബ്രൈറ്റ് ആയിട്ട് ആ ഒരു പ്രോസസ്സിംഗ് ഒക്കെ ചെയ്തിട്ട് നല്ല ക്ലാരിറ്റിയിൽ ഫോട്ടോ വരുന്നു. പക്ഷേ അടുപ്പിച്ച് ചറവറ നിങ്ങൾ പോർട്രേറ്റ് ഫോട്ടോസ് എടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ, ഈ ഭാഗത്തായിട്ട് നല്ലപോലെ ചൂട് വരുന്നുണ്ട്, ഹീറ്റിംഗ് ഉണ്ട്, ഒരുപാട് ഹീറ്റിംഗ് ഉണ്ട്. ഇപ്പോൾ ഈവൻ ഇൻഡോർസിൽ ഞാൻ പോർട്രേറ്റ് ഫോട്ടോസ്, ക്യാമറയിൽ നോർമൽ ഫോട്ടോസ്, 4K വീഡിയോസൊക്കെ റെക്കോർഡ് ചെയ്യുമ്പോൾ പോലും ഈ ഒരു ഭാഗം നല്ലപോലെ വാം ആവുന്നുണ്ട്. ആൻഡ് ആ ഒരു വാം ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം നമ്മളിങ്ങനെ വെച്ചെടുക്കുമ്പോഴൊക്കെ, ഇങ്ങനെ പിടിക്കുമ്പോഴൊക്കെ നമ്മുടെ കൈ ശരിക്കും ചൂട്, നമ്മളിങ്ങനെ കയ്യിലേക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കൈ പൊള്ളുന്ന പോലത്തെ ചൂട് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. സോ ഹീറ്റിംഗ് ഈസ് ദെയർ.
സോ ഡെഫിനറ്റ്ലി ഔട്ട്ഡോറിലൊക്കെ ഒരുപാട് നിങ്ങൾ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുക്കുവാണെങ്കിൽ എത്രത്തോളം ഹീറ്റ് ആവുന്നുള്ള കാര്യം അറിയില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ കേസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ടുള്ള ക്യാമറ റിവ്യൂ ഞാൻ പിന്നീട് ചെയ്തിട്ട് തരാം. കാരണം ഇപ്പോൾ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്ഡേറ്റ്സും കാര്യങ്ങൾ പിന്നൊന്നും വന്നിട്ടില്ല. iOS 17 ഇനി പെർഫോമൻസ് കാര്യത്തിൽ A16 ചിപ്സെറ്റാണ്, ബയോണിക്കാണ്. കഴിഞ്ഞ കൊല്ലത്തെ 14 Pro Maxൽ ഉണ്ടായിരുന്നതാണ്. ആൻഡ് അത്ര ഒരു ചിപ്സെറ്റിൻ്റെ പെർഫോമൻസ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ കോൾ ഓഫ് ഡ്യൂട്ടിയൊക്കെ ഞാൻ കളിച്ചു നോക്കി, വെരി ഹൈ കളിക്കാൻ പറ്റുന്ന ഏറ്റവും മാക്സിമം സെറ്റിങ്ങിൽ ഏത് ഗെയിം നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കളിക്കാനായിട്ട് പറ്റും. 60 FPS നിങ്ങൾക്ക് കളിക്കാനായിട്ട് പറ്റും. ഞാൻ കുറേ നേരം കളിച്ചു നോക്കി, യാതൊരു കുഴപ്പമില്ല. ഗെയിമിംഗ് വൈസ് ഒരു രക്ഷയില്ല. ഡേ ടു ഡേ പെർഫോമൻസ് കാര്യം പിന്നെ ഞാൻ എടുത്തെടുത്ത് പറയുന്നില്ല, നല്ലൊരു ചിപ്സെറ്റാണ്. ഇനി കമ്മിങ് ടു ദ മെയിൻ പോയിന്റ്, ഇതിൻ്റെ ബാറ്ററി ലൈഫ് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഇംപ്രസീവ്. അതായത് ഞാൻ ഇത്രത്തോളം ഒരു ബാറ്ററി ലൈഫ് ഒരു ഐഫോണിൽ ഇതുവരെ ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. എസ്പെഷ്യലി ഒരു 12 പോലത്തെ ഒരു സ്മാർട്ട് ഫോണിൽ നിന്നൊക്കെ വരുമ്പോൾ ഉണ്ടല്ലോ, സ്വർഗ്ഗമാണ് സ്വർഗ്ഗം. ഇപ്പോൾ ബാറ്ററി പെർസെൻറ്റേജ് നോക്കുക, 54% ബാറ്ററി പെർസെൻറ്റേജ് നിങ്ങൾക്ക് കാണുന്നുണ്ടോ? യെസ്, ഇത് ഞാൻ ഇന്നലെ രാവിലെ ഞാൻ ചാർജ് ചെയ്തതാണ്. ഇന്നലെ രാവിലെ ഞാൻ ചാർജ് ചെയ്ത് ഈ കണ്ട സകലമായ ഫോട്ടോസും ഞാൻ എടുത്തു, ഫോൺ യൂസ് ചെയ്തു, വാട്സപ്പ് യൂസ് ചെയ്തു, ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്തു, നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലുള്ള സ്റ്റോറി ഞാൻ പോസ്റ്റ് ചെയ്തു, ഒരുപാട് പണി ചെയ്തിട്ട് ഇപ്പോഴും 54% ബാറ്ററി ബാക്കി ഇരിപ്പുണ്ട് എന്നുള്ളത് ഒരു ഐഫോണിനെ അപേക്ഷിച്ച് എക്സ്ട്രീം ബാറ്ററി ലൈഫാണ്. പക്ഷേ ചാർജ് ആവാൻ സമയമെടുക്കും. ഒരു ഫുൾ ചാർജ് ആവണമെങ്കിൽ ഇപ്പോൾ ഞാൻ ഫോൺ മേടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ 0 to 100 ആക്കിയിട്ടില്ല. കാരണം മേടിച്ച സമയത്ത് ഓൾമോസ്റ്റ് ഒരു 50% ഉണ്ടായി. അതിനുശേഷം 50 to 100 ആക്കാൻ ഏകദേശം ഒരു 3/4 മണിക്കൂറോളം എടുത്തു. പക്ഷേ ജനറലി ഞാൻ കണ്ടു 2-3 വീഡിയോസിലൊക്കെ 1.5 മണിക്കൂറോളം ഫുൾ ചാർജ് ആവാനായിട്ട് എടുക്കുന്നുണ്ട്. എന്ന് 20 വാട്ട്സിലാണ് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഫാസ്റ്റ് ചാർജിങ് ഒന്നും വിളിക്കാൻ പറ്റില്ല. പക്ഷേ എഗെയിൻ നിങ്ങൾ വൺസ് ഫുൾ ചാർജ് ചെയ്യുവാണെങ്കിലുണ്ടല്ലോ, നിങ്ങൾക്ക് സുഖമായിട്ട് 10, 13, 14 മണിക്കൂർ, ലൈറ്റ് യൂസറൊക്കെ ആണെങ്കിൽ 15 മണിക്കൂറൊക്കെ കിട്ടും. ഒരു ഹെവി യൂസർ ആണെങ്കിൽ 8, 9 മണിക്കൂർ, 9 മണിക്കൂർ, 10 മണിക്കൂർ എന്തായാലും കിട്ടും. നോർമൽ യൂസർ ആണെങ്കിൽ ഒരു 13 മണിക്കൂറൊക്കെ എന്തായാലും കിട്ടും. ഡെഫിനറ്റ്ലി ഞാൻ ബാറ്ററി ലൈഫൊക്കെ ഇതിൻ്റെ റിവ്യൂ വീഡിയോയിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇനിഷ്യൽ ഇംപ്രഷൻസ് ബാറ്ററി ലൈഫ് സൂപ്പർ. പിന്നെ ഇപ്രാവശ്യം അവർ സ്പീക്കേഴ്സ് ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള, നല്ല ലൗഡ്നെസ് ഉള്ള, നല്ല ബേസ് ഉള്ള സ്പീക്കറാണ് ഇതിൽ വന്നിരിക്കുന്നത്. അത് ഞാൻ നോട്ടീസ് ചെയ്ത് 2-3 പ്രാവശ്യം പാട്ടൊക്കെ പ്ലേ ചെയ്ത സമയത്ത്. സോ ഇത്രേ ഉള്ളൂ നമ്മുടെ iPhone 15 Plusനെ പറ്റി ഇപ്പോഴത്തേക്ക് എനിക്ക് പറയാനുള്ള അഭിപ്രായം. സോ കുറച്ച് നാൾ യൂസ് ചെയ്തിട്ട് നമുക്കിതിൻ്റെ ലോങ് ടേം റിവ്യൂ ചെയ്യാം.